ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നമ്മുടെ കെമിസ്ട്രിയിലെ മൂന്നാം ചാപ്റ്ററാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഗാനിക് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ആ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, ക്ലിയർ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇന്ന് മൂന്നാം ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫറൻസ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പേര് പോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ എന്തായിരിക്കും, അവിടുത്തെ പീരിയോഡിക് ടേബിൾ അല്ലെ. നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 9ൽ പഠിച്ചതിനൊക്കെ ഉപരി വേറെ രീതിയിലുള്ള അല്ലെ, എന്താണ് പേരെന്താണ്, ഒരു സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്റർ നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ബ്ലോക്ക് എലമെന്റ്സ് ആർ ട്രാൻസ് എലമെന്റ്സ് അല്ലെ. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് പീരിയോഡിക് ടേബിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ബ്ലോക്ക്? എസ്, പി, ഡി, എഫ് അല്ലെ. അപ്പൊ അതിൽ എസ് പി ഡി എഫിൽ ഈ തന്നിരിക്കുന്ന ഏത് ബ്ലോക്കുകളാണ് ട്രാൻസ് എലമെന്റ് ഉൾപ്പെടുത്തുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഏത് എലമെന്റ് ആണ്, ഡി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് ആണ് എന്തിൽ വരുന്നത്, ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കറിയാം, ഒന്നുകൂടി ഞാൻ പറയുകയാണ്. നമുക്ക് എന്തുണ്ട്, 4 ബ്ലോക്കുകളുണ്ട്. 4 ബ്ലോക്കിൽ ഏതൊക്കെയുള്ളത്, എസ് പി ഡി എഫ്. അതിൽ ഏത് ബ്ലോക്കാണ് ട്രാൻസ് എലമെന്റ്, ഡി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നെ അല്ലെ. എന്നെ ആരാണ്, എന്നെയാന്ന് പറഞ്ഞാൽ സോഡിയം അല്ലെ. സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ എന്താ വെച്ചിരിക്കുന്നത്, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ചാപ്റ്ററിന് ആ രീതിയിലാണ് ചോദ്യം വരുക. ഓക്കെ, അപ്പൊ എന്താണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പറോട് ബ്രാക്കറ്റ് തന്നിട്ട് എത്രയാണ്, 11. ഓക്കെ, അപ്പൊ ഞാൻ എഴുതണം സോഡിയം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അറ്റോമിക് നമ്പർ എവിടെ എഴുതണം, ലെഫ്റ്റ് സൈഡിൽ താഴെ വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നമ്മളുടെ ഒരു ഇൻക്രീസിങ് ഓർഡർ എന്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ജസ്റ്റ് എന്ത് ചെയ്യാം, ഫിൽ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ സബ്ഷെല്ലുകൾ ഉണ്ട്, നമുക്ക് ബ്ലോക്ക് പോലെ തന്നെ സെയിം നെയിമിലുള്ള സബ്ഷെൽ ഉണ്ട്. ആരൊക്കെ, എസ് പി ഡി എഫ്. ഓക്കെ, അതിൽ നമുക്ക് മാക്സിമം എസിൽ എത്ര ഇലക്ട്രോൺസ് ആ പറ്റുക, 2 ഇലക്ട്രോൺസ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ പിയിലാണെങ്കിൽ മാക്സിമം എത്രയാണ്, 6 ഇലക്ട്രോണും. ഡിയിലാണെങ്കിൽ മാക്സിമം എത്രയാണ്, 10 ഇലക്ട്രോൺസും. എഫിലാണെങ്കിൽ മാക്സിമം 14 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ സബ്ഷൽ ഇലക്ട്രോണിക്സ് എഴുതാൻ നോക്കാം. ഫസ്റ്റ് സോഡിയം അല്ലേ, സോഡിയത്തെ അറ്റോമിക് നമ്പർ പറഞ്ഞില്ല, നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടതാണ് 1s2. എന്താ പറയുക, 1s2. പിന്നെ അതിനുശേഷം എന്താണ് 2s2, പിന്നെ 2p6. നമുക്ക് നോക്കാം എന്താണ് ഈ 2 മേളിൽ കിടക്കുന്ന 2, 6 ഒക്കെ ഇലക്ട്രോൺസ് ആണ് അല്ലെ. അപ്പൊ ഇപ്പൊ കറന്റ് എത്ര ഇലക്ട്രോൺസ് ആയി, 10 ഇലക്ട്രോൺസ് ആയി. ബാക്കി എത്ര ഇലക്ട്രോൺ കൂടി ഉണ്ട്, ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകുന്നു പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, 3s. സോ 3s1. സോഡിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരാം, 1s2, 2s2, 2p6, 3s1. ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടായില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഇവിടെ എക്സാമ്പിൾ എടുക്കാം, കാൽഷ്യം എടുക്കാം. കാൽഷ്യം അറ്റോമിക് നമ്പർ എത്രയാണ്, 20 ആണ് അല്ലെ. 20 ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്ത് വരും പറഞ്ഞേ, 1s2, 2s2, 2p6. ഇപ്പൊ തന്നെ എത്ര ആയി, 10 ആയി അല്ലെ. ഇനിയൊരു 10 കൂടി ആണ്. അപ്പൊ എന്ത് വരും, 2p6 ഉണ്ട്, അതാണ് 3s2, 3p6. ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടാ. ഇതിന് ശേഷമാണ് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ട, നമ്മൾ 3pക്ക് ശേഷം നമുക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്, 3dയിലാണോ 4sലാണോ. നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് എങ്ങോട്ടൊക്കെ ഇലക്ട്രോൺ ഫില്ല് ആവാ, 4sലേക്ക്. കാരണം 4sനേക്കാൾ എനർജി കൂടുതലായിരിക്കാണ് 3dക്കാണ്. സോ നമുക്ക് മനസ്സിലായി അവിടെ എന്ത് ചെയ്യാം, 4s2. സോ കോൺഫിഗറേഷൻ ഓഫ് കാൽഷ്യം എന്താ പറയാ, 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടോ ഇല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, ഗ്രൂപ്പ് അല്ലെ. നമുക്കറിയാം നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ഏകദേശം ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പുകളും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, പീരീഡുകളുണ്ട് അല്ലെ. എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്, വേർട്ടിക്കൽ കോളങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാല് ഗ്രൂപ്പ്. വെർട്ടിക്കൽ കോളങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റോസിനെ വിളിക്കുന്ന പേരാണെന്ത്, പീരീഡ്. ഇതെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം, മാറിപ്പോരുത്. വെർട്ടിക്കൽ കോളങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രൂപ്പ് എന്നും ഹൊറിസോണ്ടൽ റോസിനെ വിളിക്കുന്ന പേരാണെന്ത്, പീരീഡ്. അങ്ങനെ എത്ര പീരീഡ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ, എത്രയുണ്ട്, നമുക്ക് 18 ഗ്രൂപ്പുകളും 7 പീരീഡും ആണ് ഉള്ളത്. ഓക്കെ ആണോ, ഡൗട്ട് ഉണ്ടായില്ലേ. അതിൽ ചോദിച്ചിരിക്കുന്ന നോക്കിയപ്പോ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് ക്ലോറിൻ 17. അറ്റോമിക് നമ്പർ 17 ആയ ക്ലോറിന്റെ എന്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഓർ ഗ്രൂപ്പ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താം. അപ്പൊ അറ്റോമിക് നമ്പർ ഓൾറെഡി അറിയാലോ, സബ്ഷൽ നോക്കിയാൽ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും പറഞ്ഞേ, 1s2, 2s2, 2p6. നേരത്തെ പറഞ്ഞാൽ എത്ര, 10 അല്ലെ. ഇനി ഒരു 7 കൂടി വേണ്ടേ, അപ്പൊ എന്ത് പറയും, 3s2, 3p5.
ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇതാണ് കോൺഫിഗറേഷൻ. അപ്പൊ ഇങ്ങനെ കോൺഫിഗറേഷനിലൂടെ നമുക്ക് ഇങ്ങനെയാണ് ഈ ഗ്രൂപ്പിലേക്ക് എത്തുക. നോക്കാം, ലാസ്റ്റത്തെ ഇലക്ട്രോൺ എൻ്റർ ആയിരിക്കുന്നത് അല്ലെങ്കിൽ കയറിയിരിക്കുന്നത് ഏത് സബ്ഷനിലേക്കാണ്? പി സബ്ഷനിലേക്കല്ലേ, 3p അപ്പൊ മനസ്സിലാക്കുക ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? പി ബ്ലോക്ക് എലമെന്റ്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? പി ബ്ലോക്ക് എലമെന്റ്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനോടൊപ്പം എന്ത് പ്ലസ് ചെയ്താൽ മതി? 12 എന്ന നമ്പർ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് എഴുതുകയാണ്, നോക്കാം, ഇലക്ട്രോൺസ് ഇൻ പി പ്ലസ് 12. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് എന്ത് വേണ്ടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോൺസ് ഇൻ പി, പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ പ്ലസ് എന്ത് ചെയ്യുക? 12 ചെയ്യാം. സോ നമുക്ക് ഓൾറെഡി അറിയാം പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ പറഞ്ഞേ 5 അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 പ്ലസ് 12 that is equal to 17. എത്ര വരാം? 17. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ്? ക്ലോറിന്റെ 17 ആണ്. നമുക്ക് ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടി? 17 കിട്ടി. പ്രത്യേകം നോക്കാം, എല്ലായിടത്തും ഇങ്ങനെ അല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ വേറൊരു എലമെന്റ് വന്നിട്ടുണ്ട്, അത് എന്താണ് അറ്റോമിക് നമ്പർ 20 ആണെന്നുണ്ടെങ്കിൽ അത് 20th ഗ്രൂപ്പ് ആവോ? ഇല്ല. ഈ ഒരു ഫോർമാറ്റ് ആണ്. ഇവിടെ പ്രത്യേകം നോക്കാം, നമുക്ക് ആകെ എത്ര ഗ്രൂപ്പ് ഉള്ളൂ? 18 ഗ്രൂപ്പും അതേപോലെ തന്നെ 7 പീരിയഡ് ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോതിരിക്കാം. ഓക്കെ, അത് മിക്കപ്പോഴും വരുന്ന മിസ്റ്റേക്ക് ആണ് എന്തിൽ വരുന്നത്? ഈ പറഞ്ഞ ഗ്രൂപ്പും പീരീഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ മാറിപ്പോ. അപ്പൊ പ്രത്യേകം പഠിക്കുക, 18 ഗ്രൂപ്പ്സും നമുക്ക് പിന്നെ എന്തുണ്ട്? 7 പീരിയഡ്സ് ആണ് പീരിയോഡ് ടേബിൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നോക്കാം, ഫൈൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Al in Al2O3. നോക്കാം, സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അലൂമിനിയം അല്ലെ. നമുക്ക് ഇവിടെ എന്തുണ്ട്? Al2O3 എന്ന് പറയുന്ന എന്തുണ്ട്? ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടിലുള്ള Alന്റെ എന്ത് കണ്ടുപിടിക്കുക? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഓക്സി എന്ന് പറയുന്ന ആളും തൊട്ടപ്പുറം കിടക്കുന്നത് അല്ലെ, അയാളുടെ എത്രയാണ് പഠിക്കണം നമ്മൾ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. എത്രയാണ്? -2. അപ്പൊ നമുക്ക് എങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും. നോക്കാം, ഞാൻ എടുക്കുന്നതാണ് Al2O3. ഞാൻ പറഞ്ഞ ഓക്സിജൻ എത്ര നമ്മൾ പഠിക്കണം? -2. ഓക്കെ, അപ്പൊ നമുക്ക് അലൂമിനിയത്തിനല്ലേ വേണ്ടത്? അലൂമിനിയത്തിന് നമ്മൾ എന്താക്കി എടുക്കുക? അവിടെ എക്സ് ആക്കി എടുക്കാം. സോ അവിടെ എന്ത് കൊടുത്ത്? എക്സ് കൊടുത്ത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടാ? പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 അല്ലെ. ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള സം എത്രയാണ്? 0. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കാം, നമുക്കറിയാം അലൂമിനിയത്തിന്റെ ഓക്സിജൻ എത്ര? എക്സ് അല്ലേ. പക്ഷെ എത്ര അലൂമിനിയം ഉണ്ട്? നമുക്ക് 2 സോ നമുക്ക് എന്ത് ചെയ്താ? എക്സ് ഇൻറ്റു 2. ഇതാണ് ഫസ്റ്റത്തെ. പ്ലസ് സമ്മ എടുക്കാൻ വേണ്ടി പോകണം. പ്ലസ് അടുത്ത ആരാണ്? ഓക്സിജൻ. ഓക്സിജൻ നമുക്കറിയാം -2 ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? -2 × 3. ഓക്കെ അല്ലേ? ഇനി ഇസ് ഈക്വൾ ടു നമുക്ക് സം എടുത്ത്, സം എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം? 0 ആണ്. സോ 0. ഓക്കെ, എക്സ് ഇൻറ്റു 2 എത്രയാണ്? 2x പ്ലസ് എന്താണ്? -2 × 3 -6 ഇസ് ഈക്വൾ ടു 0. ഓക്കെ, ഇനി 2x -6 ഇസ് ഈക്വൾ ടു 0. 2x ഇസ് ഈക്വൾ ടു 6. ഓക്കെ അല്ലേ? ഔട്ട് ഉണ്ടായില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് എക്സ് അല്ലേ വേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൾ ടു 6/2 ദാറ്റ് ഇസ് ഈക്വൾ ടു 3. എന്ത് 3 ആണത്? +3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ലാസ്റ്റ്? ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അലൂമിനിയം ഓർ Al in Al2O3 is +3. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ Al2O3 ആണ്, ഓന്റെ എത്രയാണ്? -2 ആണ്. ഇത് എത്ര വരും? +3 വരും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആവുന്നിരിക്കുന്നത്. നോക്കാം, the outermost electronic configuration of an element is 3d2 4s2. Okay, question എന്താണ്? The outermost electronic configuration of an element is 3d2 4s2 അല്ലെ. ഒരു എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ, അതിന്റെ അർത്ഥം എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തീരുന്നത് എന്ത് വെച്ചിട്ടാണ്? 3d2 4s2 അല്ലെ. അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സബ്ഡിവിഷൻ നോക്കി, റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഈ എലമെന്റിന്റെ എന്ത് ചെയ്യാ? കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് എഴുതാ? കോൺഫിഗറേഷൻ ഇതാ. അപ്പൊ നമുക്കറിയാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും 1s സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് അവസാനിക്കുന്നത്. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. സബ്ഡിവിഷൻ ആൻസർ എന്തോരം നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 1s2 2s2 2p6 3s2 3p6. കാരണം 3d എന്ന് പറയുന്നത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം 3d 4s ഒക്കെ എത്തുള്ളൂ അല്ലെ. നമുക്കറിയാം. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ 3d ആണ് ആദ്യം തന്നിരിക്കുന്നതിന് ശേഷമാണ് ആരംഭിക്കുന്നത് 4s. മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4s ഫില്ലായതിനു ശേഷം മാത്രമേ ആര് ഫില്ലായിട്ടുള്ളൂ? 3d ഫില്ലായിട്ടുള്ളൂ. ബട്ട് എഴുതുമ്പോൾ ആദ്യം ആര് എഴുതുന്നുള്ളൂ? 3d എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അതേ ഫോർമാറ്റ് നോക്കണേ. 3p6 കഴിഞ്ഞ ശേഷം ആരാ ഫില്ലാവുക? അവിടെ
4s. 4sൽ എത്ര എണ്ണം? 2 എണ്ണം. അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ പ്രകാരം 3D എത്ര വന്നിരിക്കുന്നത്? 2 എണ്ണം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അവരുടെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ പറയുക? 1s2 2s2 2p6 3s2 3p6 3d2 4s2. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സബ്ഡിവിഷൻ ബി നോക്കിയേ. വാട്ട് ഇസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ് അറ്റോമിക് നമ്പർ എത്രയാണെന്ന് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ മേളിലത്തെ നമ്പർ നേരത്തെ പറഞ്ഞായിരുന്നു, മേളിൽ എഴുതുന്ന നമ്പർ എല്ലാം എന്താണ്? ഇലക്ട്രോണുകളല്ലേ. ആ ഇലക്ട്രോണുകളെല്ലാം കൂടി എന്ത് ചെയ്യാം? സം ചെയ്യാം നമുക്ക്. അപ്പൊ നോക്കാം എന്ത് വരും നോക്കാം. ഇത്രയും കൂടി ആവുമ്പോൾ 10 ആവും, എത്രയാവും? 20 ആവും, പിന്നെ ഒരു 2 കൂടി, അപ്പൊ എത്രയും? 22. സോ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് എഴുതിയാൽ നമുക്ക് അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു എത്ര വരും? 22. ഒരു 22 എന്ത് ചെയ്താൽ മതി? മേളിലത്തെ കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കിട്ടുന്നത് നമ്മുടെ എന്തായിരിക്കും? ഒരു അറ്റോമിക് നമ്പർ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്താണ് the third cell of an element contains 1 electron. തേർഡ് ഷെൽ, സബ് ഷെൽ അല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ പറയുക? ഷെൽ, മൂന്നാം ഷെൽ. നമുക്കറിയാം 3 ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? KLM അങ്ങനെയല്ലേ പോകുന്നത് ഷെല്ലുകൾ ഒൻപതാം പഠിച്ച രീതിയിൽ. ഓക്കെ, അപ്പൊ അതിൽ തേർഡ് ഷെല്ലിൽ എത്ര ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. റൈറ്റ് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. നോക്കാം, അവർ തന്നിരിക്കുന്ന ഷെല്ലുകൾ വെച്ചിട്ട്, പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവിടെ സബ് ഷെല്ലുകളുടെ കേസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി മനസ്സിലാൻ വേണ്ടി KLM എന്ന് എഴുതി. M ആണ് നമ്മൾ തേർഡ് ഷെല്ല്. എമ്മിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെ എനർജി ഫിൽ ചെയ്ത്, അല്ലെങ്കിൽ എനർജിയുടെ ഓർഡർ ഫിൽ ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ K ഫില്ലാണ് ശേഷം L ഫില്ലാവും. L ഫില്ലാണ് ശേഷം മാത്രമേ ആര് ഫില്ലാവുള്ളൂ? എമ്മിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇവിടേക്ക് എത്ര വരും? 2 8 അല്ലേ വരിക. നമ്മൾ ഓൾറെഡി പഠിക്കേണ്ടത് കെയില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ്. എല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 8 ഇലക്ട്രോൺസ്. അപ്പൊ ഇത് ഫില്ലായതിനു ശേഷമേ എമ്മിൽ നിന്നുള്ള സംഭവത്തിലേക്ക് എന്ത് ചെയ്യുള്ളൂ? എത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ എന്ത് സാധാരണ അവരുടെ കോൺഫിഗറേഷൻ, സാധാരണ ഇലക്ട്രോണിക്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് എന്തെടുക്കാം? അറ്റോമിക് നമ്പർ എടുത്തൂടെ? അപ്പൊ നോക്കി, നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ എത്ര? 11. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടായില്ലേ? ഓക്കെ, നമുക്ക് അത് വെച്ച് നമുക്ക് എങ്ങനെ കോൺഫിഗറേഷൻ? അറ്റോമിക് നമ്പർ 11 ആണെന്ന് കിട്ടി. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇപ്പൊ എന്തോരും? 1s2 2s2 2p6 അല്ലെ. ഫസ്റ്റ് ഏതായിരിക്കും? 1s. അതിന് മാക്സിമം 2 ഇലക്ട്രോൺ ആണ്. അടുത്ത 2s മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ ആണ്. 2p വരുമ്പോൾ മാക്സിമം എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. ഞാൻ അവിടെ 6 വരെ കൊടുത്തു. ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 10 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ഇനി എത്ര കൂടി നമുക്ക്? ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? 3s1. ഇതൊരു 3s1. സോ കോൺഫിഗറേഷൻ എന്തായി മാറി? 1s2 2s2 2p6 3s1. ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാലൻസി ഓഫ് ദിസ് എലമെന്റ്. ഫൈൻഡ് വാലൻസി. നമുക്കറിയാം, അതിന് വേണ്ടി തന്നെ നമ്മൾ ഓൾറെഡി സംഭവം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുക്കുന്നതിനെ കുറിച്ചുള്ള എളുപ്പം നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം, ഈ പറഞ്ഞിരിക്കുന്ന ഈ 1s ആരുടെ ഭാഗമാണ്? Kന്റെ ഭാഗമാണ്. 2s 2p ആരുടെ ഭാഗമാണ്? Lന്റെ ഭാഗവും. 3s മൂലം അങ്ങോട്ടേക്കുള്ള ഭാഗം ആരുടെ ഭാഗമാണ്? Kന്റെ ഭാഗമാണ്. ഓക്കെ, സോറി, K അല്ല, എമ്മിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എം. ഇത് നോക്കി, നമുക്ക് ഈ ഓൾറെഡി എമ്മിൽ എത്ര ഇലക്ട്രോൺ? നമ്മൾ തൊട്ട് മുമ്പ് അതിൽ എഴുതി 1 ഇലക്ട്രോണിലുള്ളൂ. എമ്മിന് മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 18 ഇലക്ട്രോൺ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ സ്റ്റേബിൾ ആവാനായിട്ട് ഇവർക്ക് എത്ര വരെ മതി? 8 വരെ നമ്മൾ ഒറ്റ സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന 1 ഇലക്ട്രോൺ എന്തായിരിക്കും? എം എന്ന് പറയുന്ന സബ് ഷെൽ അല്ലെങ്കിൽ ഷെല്ല് എന്തായിരിക്കും ചെയ്യുക? അവിടെ ഒരെണ്ണം കൊടുക്കുവോ അല്ലെങ്കിൽ 7 എണ്ണം വാങ്ങിക്കും? നമ്മുടെ ഇങ്ങനെ കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട് അല്ലെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഇവിടെ എമ്മില് മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും? നമുക്കറിയാം 18 ഇലക്ട്രോൺ വരെ പറ്റും. 18 ഇലക്ട്രോൺ വരെ പറ്റും. പക്ഷേ ഇവിടെ 281. അപ്പൊ നോക്കാം, ഇയാള് ഒക്ടറ്റ് എന്നുള്ള സംഭവം എത്ര ഇലക്ട്രോൺ വേണ്ടി വരും? 7 വേണ്ടി വരും. അപ്പൊ 7 തരണ്ടേ? ആരും തരില്ല. നമുക്ക് 7 വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യും? 1 ഇലക്ട്രോൺ കൊടുക്കും. ഓക്കെ അല്ലേ? 1 ഇലക്ട്രോൺ കൊടുത്തില്ലേ? ചോദ്യം എന്താണ്? വാലൻസി. എന്താ വാലൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സെന്റൻസ് പോലെ പഠിച്ചു, കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെന്റ്. അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് പറയാം, ഒരു എലമെന്റ് സ്റ്റേബിൾ ആവാനായിട്ട് എത്ര ഇലക്ട്രോൺ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? എത്ര ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്, എത്ര ഇലക്ട്രോൺ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് പറയാം? ഈ എണ്ണം. ഇത് നമുക്ക് എന്ത് പറയാം? വാലൻസി എന്ന് പറയാം. എന്താ പറയാം? വാലൻസി. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് ഇവിടെ മനസ്സിലായി, ഈ കാണുന്ന ഈ എലമെന്റ് ഏതൊരു എലമെന്റ് ആണല്ലോ, ഈ എലമെന്റ് എന്തിനുണ്ട്? 1 ഇലക്ട്രോൺ കൊടുക്കുന്നു. മനസ്സിലായില്ലേ? സോ വാലൻസി എത്ര വരും? 1 വരും. അല്ലെങ്കിൽ എത്ര? വാലൻസി ഈസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? കൺഫ്യൂഷൻ ഇല്ല വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാണ്? പോയാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. When the last electrons of an element enters to the third cell, the 3D cell, and the configuration is written as 3D5, answer the following.
ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് ഒരു ആറ്റത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് 3D സബ്ഷെല്ലിലേക്കാണ്. ആ 3D സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം അവർ എങ്ങനെ എഴുതിയിരിക്കുന്നത് 3D5 എങ്ങനെ എഴുതിയിരിക്കുന്ന 3D5. അങ്ങനെ ഈ താഴെ തനിക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ അറ്റോമിക് നമ്പർ അല്ലെ. അപ്പൊ അറ്റോമിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ ഇങ്ങനെ എഴുതണം. നേരത്തെ പറഞ്ഞ അറ്റോമിക് നമ്പർ നേരത്തെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളെ അറ്റോമിക് നമ്പർ എടുത്തത്. സെയിം പാറ്റേൺ തന്നെ നോക്കാം. നമുക്ക് സബ്ഡിവിഷൻ എ നമുക്കറിയാം 3D5 അല്ലേ. നമുക്കറിയാം 3D5ലേക്ക് എത്ര ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് വരണം അല്ലെ. 1s 2s 2p അങ്ങനെ ഫില്ല് ചെയ്ത് വരണ്ടേ. അപ്പൊ അതനുസരിച്ച് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ പറഞ്ഞ എന്ത് വരും 1s2 2s2 2p6 3s2 3p6. 3p6 കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ആരാ ഫില്ലാവുന്നത് 4s, അത് മറക്കരുത്. അപ്പൊ എന്നാൽ 4s2 ഓക്കെ അല്ലേ. അതിനുശേഷം വേണം നമ്മൾ എന്ത് എഴുതാൻ 3D5 എഴുതാൻ. എഴുതാൻ 3D5 ഓക്കെ അല്ലേ. ഡൗട്ട് ഉണ്ടായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കോൺഫിഗറേഷൻ തോന്നുന്നു 1s2 2s2 2p6 3s2 3p6 4s2 3d5. പക്ഷെ ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത് അറ്റോമിക് നമ്പർ അല്ലേ. സോ നമുക്ക് ഇത് അറ്റോമിക് നമ്പർ എങ്ങനെ എടുക്കാം, മേഖലത്തെ എല്ലാ നമ്പേഴ്സ് നമുക്ക് സമ്മ് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതുന്ന അറ്റോമിക് നമ്പർ ഈക്വൽ ടു എന്തായിരിക്കും വരാം, മേളത്തെ നമ്പർ സമ്മ് എടുത്ത് എങ്ങനെ വരും, ഇവിടെ വരെ എന്ത് വരും 10 വരും, പിന്നെ എന്താ 10 വരും, അപ്പൊ എത്ര 20, പിന്നെ എന്താ ലാസ്റ്റ് 5 കൂടി അല്ലേ, നമുക്ക് എന്താ 25 അല്ലേ. അപ്പൊ എന്താണ് 25. ഓക്കെ, കുഴപ്പമുണ്ടായില്ലേ. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ് 25 ആണ്. ഓക്കെ, അടുത്ത് നോക്കിയ ബി എന്താ വെച്ചിരിക്കുന്നത് ബ്ലോക്ക് അല്ലെ. നമ്മൾ എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലേക്കാണോ അതാണ് അതിന്റെ ബ്ലോക്ക് അല്ലെ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുക നമുക്കറിയാം ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് 3Dയിലേക്കാണ് അല്ലെ. ക്വസ്റ്റ്യൻ ഓൾറെഡി നോക്കിയാൽ 3Dയിലേക്കാണ് ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്കറിയാം 3Dയിലേക്കാണ്. അപ്പൊ ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്, ഡി ബ്ലോക്ക് എലമെന്റ്. സോ നമുക്ക് ആൻസർ ചെയ്താ ഡി ബ്ലോക്ക്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കാം. അടുത്ത എന്താണ് സി ക്വസ്റ്റ്യൻ അല്ലെ. സി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പീരിയഡ് നമ്പർ. എന്താണ് പീരിയഡ് നമ്പർ? ഗ്രൂപ്പ് നേരത്തെ കണ്ടുപിടിച്ച് അല്ലെ. നമ്മൾ ഉടനെ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് എത്ര പീരീഡും എത്ര ഗ്രൂപ്പും ഉണ്ട്, 18 ഗ്രൂപ്പുകളും 7 പീരീഡും ഉള്ളത് അല്ലെ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന പീരിയഡ് നമ്പർ. അപ്പൊ ഈ എലമെന്റ് ഏത് പീരീഡ് ആയിരിക്കും അത് കണ്ടുപിടിക്കണം. ചെയ്താൽ മതി ഹയസ്റ്റ് ഷെൽ നമ്പർ. എന്തെടുക്കുക, ഹയസ്റ്റ് ഷെൽ നമ്പർ. എന്താ ഷെൽ നമ്പർ എന്ന് പറയുന്നത് അങ്ങനെ എടുക്കും. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഓരോ നമ്പേഴ്സ് ഇല്ലേ, നമ്മൾ റെഡ് കളർ വെച്ച് മാർക്ക് ചെയ്യാണ്. ഈ നമ്പേഴ്സ് ഇല്ലേ, ഈ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ. അതിലെ ഹയസ്റ്റ് നമ്പർ ആരാണ് 4 അല്ലേ. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ പീരീഡ് ഏതാണ് 4 ആണ്. സോ പീരീഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും 4 ഓർ നമുക്ക് 4th പീരീഡ് എഴുതാം. കുഴപ്പമുണ്ടായില്ലേ. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട് അവിടെ ഗ്രൂപ്പ് നമ്പർ അല്ലെ. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കും പറഞ്ഞേ. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചെന്താണ് പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇത് ഡി ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മൾ ഒരേപോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡി ബ്ലോക്കിനെ എന്താ ചെയ്യേണ്ടത്, എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ശ്രദ്ധിക്കാടാ, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ. സോ ഞാൻ എഴുതാം ഇലക്ട്രോൺസ് ഇൻ ഡി. ഓക്കെ, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ പ്ലസ് എന്ത് എഴുതാം, എന്ത് വേണം പിന്നെ നമുക്ക് ഇലക്ട്രോൺസ് ഇൻ ഡി പ്ലസ് തൊട്ടടുത്ത ഇലക്ട്രോൺ എവിടെ കിടക്കുന്ന എസ്സിലെ ഇലക്ട്രോൺ. സോ ഇലക്ട്രോൺസ് ഇൻ എസ്. ഓക്കെ, ഇലക്ട്രോൺസ് ഇൻ ഡി പ്ലസ് ഇലക്ട്രോൺസ് ഇൻ എസ്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസ് ഇൻ ഡി എന്താ വരാ, നമുക്കറിയാം ഇവിടെ എത്ര ഉണ്ട് 5 ഉണ്ട് അല്ലെ. സോ 5 പ്ലസ് ഇലക്ട്രോൺസ് ഇൻ എസ് എത്ര വരാ 2. സോ സി ഈക്വൽ ടു എത്ര 5 + 2 ഈക്വൽ ടു 7. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ആരുടെ ഗ്രൂപ്പ് നമ്പർ ആണ് വീണ്ടും ആലോചിക്കുക. ആരെയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഡി ബ്ലോക്ക് എലമെന്റ്. നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട് 4 എണ്ണം, എസ് പി ഡി ആൻഡ് എഫ് അല്ലെ. നമുക്ക് ഇതിൽ ഇപ്പൊ ചോദിച്ചിരിക്കുക ഡി ബ്ലോക്ക് അല്ലേ. ഡി ബ്ലോക്കിന് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഓർത്തിരിക്കുക ഡി ബ്ലോക്കിനെ കണ്ടുപിടിക്കുക. ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് പ്ലസ് തൊട്ടടുത്ത് കിടക്കുന്ന എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് തമ്മിൽ നമ്മൾ സം എടുത്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ആ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ വരുന്ന ആൻസേഴ്സ്. ഓക്കെ, അടുത്ത ദിവസം നോക്കി ദി സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എ. എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ കോൺഫിഗറേഷൻ വായിച്ചേ 1s2 2s2 2p5. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് എ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ബി. ബി എന്ന് പറയുന്ന എലമെന്റിന്റെ എന്ത് എഴുതാൻ പറഞ്ഞോടാ, സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു. എന്താണ്, വിച്ച് ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ എ ഇൻ ദി സെയിം ഗ്രൂപ്പ്. ഒരേ ഗ്രൂപ്പിൽ തന്നെ എന്റെ തൊട്ട് താഴെ വെച്ചിരിക്കുന്ന ബി എന്ന് പറയുന്ന എലമെന്റിന് എന്ത് ചോദിച്ചിട്ടുണ്ട് അവിടെ, സബ് ഇലക്ട്രോണിക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് എ സബ്ഡിവിഷൻ എ ആണത്. അപ്പൊ തന്നിരിക്കുന്ന അടുത്ത് എഴുതുന്നുണ്ട് എ എന്ന് പറയുന്ന ആളുടെ കോൺഫിഗറേഷൻ 1s2 2s2 2p 1s2 2s2 2p5. ഓക്കെ അല്ലേ. അവിടെ തന്നിരിക്കുന്ന കോൺഫിഗറേഷൻ എടുത്തല്ലേ. ശരിക്കും വേണ്ട ബിന്റെ ആണ്. അപ്പൊ ബി എവിടെ വെച്ചിരിക്കുന്നത്, എന്റെ തൊട്ട് താഴെയല്ലേ. അപ്പൊ നോക്കാം എ ഇപ്പോ എത്രാമത്തെ പീരീഡ് ആണെന്ന് പറയാൻ പറ്റുമോ? എ എത്രാമത്തെ പീരീഡ് ആണ്, ഹൈയസ്റ്റ് ഷെൽ നമ്പർ ഇവിടെ 2 അല്ലേ. സോ നമുക്ക് പറയാം സെക്കൻഡ് പീരീഡ് ആണ്. അപ്പൊ തൊട്ട് താഴെ എന്ന് വരുമ്പോൾ അവന്റെ അർത്ഥം എന്താണ്, തേർഡ് പീരീഡ് ആയി, തേർഡ് പീരീഡ്. ഓക്കെ അല്ലേ. ഇത്രയേ ഉള്ളൂ സംഭവം. തേർഡ് പീരീഡിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വരും, തേർഡ് ഷെൽ, ഒരു ഷെല്ലും കൂടി വരൂലേ.
അതുപോലെ തന്നെ അവിടെ ഉള്ള ലാസ്റ്റത്തെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. ലാസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും സെയിം. അതായത് ഇപ്പൊ നമുക്ക് എന്താ പറയാ, അത് ഇപ്പൊ കുറച്ചുകൂടി എന്താ എളുപ്പത്തിൽ പറയാനായിട്ട് നമുക്ക് 1s2 എടുക്കാം, സെയിം ആയിരിക്കും. 2s2 സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞ് എത്രാമത്തെ സബ്ഷെല്ലിലേക്കാണ് പോണവര്, അല്ലെങ്കിൽ എത്രാമത്തെ ഇതിലേക്കാണ് പോണ, തേർഡ് പീരീഡിലേക്കല്ലേ. നമ്മുടെ കോൺഫിഗറേഷൻ 1s2 2s2 പിന്നെ എന്ത് വരും 2p6 പിന്നെ എന്ത് വരും 3s2 3p5 3s2 3p5. നോക്കാം എന്താ നോക്കി, ഇവിടെ നമുക്ക് 2s2 2p5 ആയിരുന്നില്ല അവസാനിച്ച്, തൊട്ട് താഴെ അടുത്തയിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും 3s2 3p5 3s2 3p5. കുഴപ്പമുണ്ടായില്ലേ? ഉണ്ടാ നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന ആളുണ്ടായി, അതിന്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു 1s2 2s2 2p5 ആയിരുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ എന്ന് പറയേണ്ട തൊട്ട് താഴെ കിടക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, ബി എന്നാണ് എന്റെ പേര്. ബി ഉണ്ട്, എനിക്ക് എന്ത് വേണം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം. അപ്പൊ മനസ്സിലാക്കുക, തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി സെക്കൻഡ് പീരീഡ് ആണ് എ, അടുത്ത താഴേക്ക് വരുമ്പോൾ തേർഡ് പീരീഡ് ആവും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് സെയിം ആയിരിക്കും. എന്തിനാ സെയിം ആയിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്തായിരിക്കും സെയിം ആയിരിക്കും. ഒരു ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സോ ഇതിന്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്തൊരു 1s2 2s2 2p6 3s2 3p5. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടായില്ലേ? ഓക്കെ, അടുത്ത് നോക്കാം ബി, സബ് ഡിവിഷൻ ബി. ബിയിൽ നോക്കിയാൽ റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് സി നെക്സ്റ്റ് ടു എ ഇൻ ദ സെയിം പീരീഡ്. നോക്കാടാ, എ എന്ന് പറയുന്ന ആളുടെ അതേ പീരീഡിൽ കിടക്കുന്ന എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് നെക്സ്റ്റ് ടു എ. അപ്പൊ എക്ക് ശേഷമാണ് ആരുള്ളത്, നമ്മുടെ സി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് എ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ തൊട്ടടുത്ത് ആരുണ്ട്, സി ഉണ്ട്. എന്റെ താഴെയാണ് ആരുള്ളത്, ബി ഉള്ളത്. ഇങ്ങനെ വരാം. അപ്പൊ എനിക്ക് വേണ്ടി ചോദിച്ചാൽ ഇവിടെ സിന്റെ അറ്റോമിക് നമ്പർ, സിന്റെ അറ്റോമിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്റെ എത്രയാണോ നമുക്കറിയാം, ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആണല്ലോ നമ്മൾ എന്ത് അറേഞ്ച് ചെയ്യുന്നത്, നമ്മളെ എലമെന്റ്സിന്റെ പീരിയോഡ് ടേബിൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്റെ തൊട്ടടുത്ത് പറയുമ്പോൾ എ സപ്പോസ് 5 ആണെങ്കിൽ ബി എന്തായിരിക്കും, സോറി സി എന്തായിരിക്കും, ഇവിടെ 6 ആയിരിക്കും. ഓക്കെ, ഇവിടെ എയും സിയും ആണ് കണക്ഷൻ വരാം കേട്ടോ. അപ്പൊ എന്റെ ഇപ്പൊ എത്രയാണോ അത് കഴിഞ്ഞൊരു നമ്പർ ആയിരിക്കും ആര് വരാം, സി വരാം. അപ്പൊ നമുക്ക് നോക്കാം എന്റെ എത്രയാണ് നോക്കിയ, ഇവിടെ നോക്കിയ 2 + 2 എത്ര 4 4 + 5 എത്രയാണ് 9. അപ്പൊ നമ്മുടെ സി എന്ന് പറയുന്ന ആൾക്ക് എത്രയും വരാം, ശരിയാണ്, എത്ര 10 ആ വരാം. അപ്പൊ എന്താണ് സിന്റെ അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ നമുക്ക് എന്താ അറ്റോമിക് നമ്പർ ഓഫ് സി എത്രയായിരിക്കും 10. കാരണം എ തൊട്ട് മുമ്പുള്ള ആള് അല്ലെ, എ എന്ന് പറയുന്ന ആൾക്ക് എത്ര 9 ആണെങ്കിൽ എക്ക് ശേഷമുള്ള ആൾക്ക് സി എന്താണ് ഇവിടെ 10 ആയിരിക്കും. ഓക്കെ, സിക്ക് ശേഷം അടുത്ത ആള് വന്നാലോ, സിക്ക് ശേഷം ഡി എന്ന് വിചാരിക്കാം, അയാൾ എത്ര ആയിരിക്കും 11. അതിനകത്ത് 10 കഴിഞ്ഞ പിന്നെ എത്രയാണ് 11 പിന്നെ 12 അങ്ങനെ എന്ത് ചെയ്യും പോവും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടാ, താഴത്തേക്ക് ഒരു ഭയങ്കര ഡിഫറൻസ് കാണിക്കും, കാരണം അടുത്തൊരു സംഭവത്തിൽ പീരീഡിലേക്ക് പോകണേ. സോ അവിടെ ഭയങ്കര വാസ്റ്റ് ചേഞ്ച് അവിടെ എന്ത് ചെയ്യും കാണിക്കും. ഓക്കെ, അപ്പൊ നോക്കി സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among them എ ബി സി ഇസ് an inert gas? എന്താണ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നോബിൾ ഗ്യാസ് അല്ലെ. നോബിൾ ഗ്യാസിന് തന്നെ മറ്റൊരു പേരാണെന്ന് പറഞ്ഞാൽ ഇനേർട്ട് ഗ്യാസ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഇനേർട്ട് ഗ്യാസ് നോബിൾ ഗ്യാസ്? നമ്മളെ പീരിയോഡിക് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് 18th ഗ്രൂപ്പ് എലമെന്റുകളെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ് അല്ലെ. അപ്പൊ ഇതിൽ 18ാമത്തെ ഗ്രൂപ്പ് ഇവൻ ആരാണെന്ന് നോക്കിയാൽ മനസ്സിലായി, ആരാണെന്ന് നോക്കാം. ഇപ്പൊ ബി എന്ന് പറയുന്ന ആള് 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം, നോക്കാം പി ബ്ലോക്ക് തന്നെയാണ് 18ാമത്തെ ഗ്രൂപ്പ് വരാം. അപ്പൊ നോക്കി ഇതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിച്ച് എന്തൊരു എന്റെ ഗ്രൂപ്പ് നമുക്ക് പിയിൽ എത്ര 5 ഇല്ലേ, എന്തൊരു 5 + 12 എത്രയാണ് 17 വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതും 5 എത്രയാണ്, അവിടെയും എത്ര 5 + 12 എത്രയാണ് 17. പക്ഷെ സിന്റെ കോൺഫിഗറേഷൻ എന്തൊരു പറഞ്ഞേ 10 അല്ലേ. അപ്പൊ എന്തൊരു 1s2 2s2 2p6 1s2 2s2 2p6. അപ്പൊ നോക്കി ഇവിടെ 6 + എന്ത് വരും 12 വരും. 6 + 12 എന്ന് പറയുമ്പോൾ എത്ര വരാ 18. സോ 18 ഗ്രൂപ്പിൽ വരുന്ന ആരാണ്, സി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സി എന്ന് പറയുന്ന ആൾ എന്താണ്, ഒരു നോബിൾ ഗ്യാസ്. സി ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, സി. ഓക്കെ അല്ലേ? കുഴപ്പമുണ്ടായില്ലേ? ഓക്കെ, അപ്പൊ ചോദ്യം എന്തായിരുന്നു, സി എന്ന് പറയും എ ബി സിയിൽ ഏതാണോ ഇനേർട്ട് ഗ്യാസ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കി ഇനേർട്ട് ഗ്യാസ് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണോ എന്റെ 18ാമത്തെ ഗ്രൂപ്പാണ്. സോ നമ്മൾ എന്ത് ചെയ്ത് ഓൾറെഡി നമുക്ക് കോൺഫിഗറേഷൻ അറിയാലോ, അത് വെച്ച് നമ്മൾ ഏതാണ് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് കണ്ടുപിടിച്ച്. അപ്പൊ എയും ബിയും എന്തിലാ വരുന്നത് 17th ഗ്രൂപ്പാണ്. ഓക്കെ, അവരെ വിളിക്കുന്ന പേരെന്താണ്, ഹാലജൻസ്. വിളിക്കുക ഹാലജൻസ് ആണ്. 18ാമത്തെ ഗ്രൂപ്പാണ് ഇനേർട്ട് ഗ്യാസ് ഓർ അതാരാ വരുന്നത്, സി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നമ്മൾ ഇനി പോകുന്നത് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് അല്ലെ. നോക്കി ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എൻ ആൻഡ് എൽ അല്ലെ. എന്നിന്റെയും എല്ലിന്റെയും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്, വാല്യൂസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് എൻ, എന്താണ് എല്ല്? നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് പഠിക്കുന്നത്, ക്വാണ്ടം നമ്പേഴ്സിന്റെ ടോപ്പിക് പഠിക്കുന്നുണ്ട് അല്ലെ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ഈ ക്വാണ്ടം നമ്പേഴ്സ് എത്ര ഉണ്ട്, നമുക്ക് 4 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്, 4 എണ്ണം. ഏതൊക്കെയാണ്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്.
അതിലെത്താ 2 കോമൺ നമ്പേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എന്നും എല്ലും. ആരാണ് എൻ, ആരാണ് എല്ല്? എൻ എന്ന് പറയുന്നത് ആരാണ്? പ്രിൻസിപ്പൽ കോമൺ നമ്പർ ആണ്. എന്താണ്? പ്രിൻസിപ്പൽ കോമൺ നമ്പർ. എൽ എന്ന് പറയുന്നത് ആരാണ്? അസിമുത്തൽ കോമൺ നമ്പർ ആണ്. എന്ന് പറയുന്ന നമ്പറാണ് അസിമുത്തൽ കോമൺ നമ്പർ. ഓക്കെ അല്ലേ? അപ്പൊ എൻ വാല്യൂം എൽ വാല്യൂം അത് നമുക്ക് 2 സബ്സെൽ തന്നിട്ടുണ്ടല്ലേ, 4s ഉം 5f. 4s ഉം 5f. ഇതെന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? എൻ വാല്യൂം എൽ വാല്യൂം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് എൻ വാല്യൂനെ കുറിച്ച് പറയാം. എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ. എന്താണ്? ഷെൽ നമ്പർ. നേരത്തെ ഹൈയസ്റ്റ് ഷെൽ നമ്പർ ഒക്കെ എടുത്തല്ലേ, അതുപോലെ തന്നെ ഫ്രണ്ടിത്തെ നമ്പർ ഇല്ലേ, അതാണ് ഷെൽ നമ്പർ. ഷെൽ നമ്പർ എത്രയാണോ അതാണ് അവിടുത്തെ എൻ വാല്യൂ. അതാണ് അവിടുത്തെ എന്ത്? എൻ വാല്യൂ. നമുക്ക് അപ്പൊ എൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാം. നമുക്കിപ്പോ ഇങ്ങനെ എഴുതാം. നമുക്ക് എൽ വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. എൽ വാല്യൂ എന്താണ്? 0 ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? എസ് ആയിരിക്കും. എന്തായിരിക്കും? എസ്. അതല്ല എൽ വാല്യൂ 1 ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? പി ആയിരിക്കും. എൽ വാല്യൂ 2 ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? ഡി ആയിരിക്കും. എൽ വാല്യൂ 3 ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? എഫ് ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ എസ് ആണെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം. എസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എൽ വാല്യൂ 0 വരും. പി ആണെന്നുണ്ടെങ്കിൽ എൽ വാല്യൂ എത്ര വരും? 1 വരും. ഡി ആണെന്നുണ്ടെങ്കിൽ എൽ വാല്യൂ എത്ര വരും? 2 വരും. എഫ് ആണെങ്കിൽ എൽ വാല്യൂ എത്ര വരും? 3 വരും. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്താ വന്നിരിക്കുന്നത്? നമുക്കറിയാം എന്താണ്? 4s ആണ്. അപ്പൊ നമുക്ക് അവിടെ എൻ വാല്യൂ വേണം, എൽ വാല്യൂ വേണം. ഞാൻ പറഞ്ഞു എൻ വാല്യൂ എളുപ്പത്തിൽ എടുക്കുക. എങ്ങനെ എടുക്കുക? ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതാണ് എൻ. സോ ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 4 അല്ലേ? സോ എൻ ഇസ് ഈക്വൽ എത്ര? 4. കുഴപ്പമുണ്ടോ? എൽ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നേരെ തിരിച്ചെടുക്കാറ്. ഇവിടെ എസ് അല്ല വന്നിരിക്കുന്ന. എസ് ആണെന്നുണ്ടെങ്കിൽ നോക്കാം. എസ് ആണെന്നുണ്ടെങ്കിൽ എൽ വാല്യൂ എത്രയേ വരുള്ളൂ? 0 വരുള്ളൂ. സോ നമുക്ക് അവിടെ എന്ത് ചെയ്താ? 0. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ 5f നിങ്ങൾ പറഞ്ഞേ. സിമ്പിൾ ആണ്. 5f എൻ വാല്യൂ വേണം, എൽ വാല്യൂ വേണം. പറ എങ്ങനെ വരാം? ഓക്കെ. എൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം തൊട്ട് മുമ്പത്തെ നമ്പർ അല്ലേ, അതായത് സബ്ഷെല്ലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ അല്ലേ, 5 അല്ലേ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ. സോ എൻ ഇസ് ഈക്വൽ ടു 5. എഫ് ആണെന്നിരിക്കണം. സോ എനിക്ക് ചോദിച്ചാൽ എൽ വാല്യൂ വേണം. എൽ വാല്യൂ കൊണ്ട് ഈ സംഭവം നോക്കിയേ എഫ് എന്ന് പറഞ്ഞാൽ എൽ എത്ര വരുള്ളൂ? 3. സോ എൽ ഇസ് ഈക്വൽ എത്ര? 3. സിമ്പിൾ ആണ്. നമുക്ക് 1 മാർക്ക് 2 മാർക്കിൽ ചോദിച്ചാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഈ ഒരു പാറ്റേൺ പഠിച്ചത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തേക്ക് പോകാലോ. അടുത്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കാം. അറ്റോമിക് നമ്പർ ഓഫ് എഫ്. ആരാണ് എഫ്? അയൺ അല്ലെ. അയൺ അറ്റോമിക് നമ്പർ എത്ര തന്നിട്ടുണ്ട്? ഓൾറെഡി 26 ആണ്. എത്ര വരാ? 26. റൈറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl3. ചോദിച്ചിരിക്കണ നോക്കാം. FeCl3 കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടിലുള്ള Feയുടെ എന്താ വെച്ചിരിക്കുന്നത്? അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ എന്ത് കണ്ടുപിടിച്ച പോലെ? അലൂമിനിയം കണ്ടുപിടിച്ച പോലെ തന്നെ. അപ്പൊ നോക്കാം. സബ് ക്വസ്റ്റ്യൻ എ നമുക്ക് തന്നിരിക്കുന്ന ആരാണ്? FeCl3 ആണ്. ഓക്കെ. അപ്പോ ഇവിടെ Feയുടെ കണ്ടുപിടിക്കണമെങ്കിൽ Fe എന്തായിരിക്കണം? എക്സാക്ട് എടുക്കണം എന്നാ. ഓക്കെ. കണ്ടുപിടിക്കേണ്ട ആരാണ് എന്തൊക്കെ എടുക്കുക? എക്സാക്ട് എടുക്കുക. ഇപ്പൊ ക്ലോറിൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിജന്റെ പറഞ്ഞു. എത്ര നമ്മൾ പഠിച്ചു വെക്കണതൊക്കെ ഓൾറെഡി 9ൽ നമ്മൾ പഠിക്കുന്നുണ്ട്. -2 ആണ് ഓക്സിജന്റെ. ഇവിടെ ക്ലോറിനിലേക്ക് വരുമ്പോൾ ക്ലോറിന്റെ എത്ര പഠിച്ചു വെക്കാം? -1. എത്ര ആയിരിക്കും? -1. പിന്നെ നമ്മൾ ബാക്ക് ടു 9ലേക്ക് തന്നെ പോകുമ്പോൾ നമ്മൾ സം ഓഫ് ഓക്സിജൻ എത്രയാണ്? 0 എന്ന് വിളിച്ചിട്ടുണ്ട്. അതേ സെയിം കൺസെപ്റ്റ് എന്ത് ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് Fe നമുക്ക് ഇവിടെ എത്ര ഉണ്ട്? ഒരെണ്ണം ഉള്ളത്. അപ്പൊ എന്ത് വരും? x × 1 സം ആയതുകൊണ്ട് പ്ലസ് -1 × 3 സി ഈക്വൽ ടു എത്രയാണ്? 0. എത്ര വരാ? 0. ഓക്കെ. x ന് 1 എത്രയാണ്? x പ്ലസ് -1 × 3 -3 സി ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? x -3 അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് എത്രയാണ്? മൈനസ് ആണ്. സോ -3 സി ഈക്വൽ ടു 0. x സി ഈക്വൽ എന്ത് വരും? അപ്പോ +3. ഇതൊരു +3. സോ നമുക്ക് കിട്ടി ആരുടെ? Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എവിടെയുള്ള Fe ആണ്? FeCl3. എപ്പോഴും Fe ഇതേപോലെ +3 കാണിക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓൾറെഡി പഠിക്കേണ്ട Fe ആരാണ്? ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്, അല്ല ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അവർ എന്തുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ എടുക്കുക. കാരണം ഇപ്പൊ ഇവിടെ FeCl3ലാണ് +3. വേറൊരു കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം? മാറാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിർബന്ധമാണ് എന്തെങ്കിലും ഓരോ തവണ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പൊ FeCl3 Feയുടെ ഓക്സിജൻ എത്രയാണ്? +3 ആണ്. നോക്കി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ബി ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe അയോൺ ഇൻ FeCl3. Fe അയോൺ നമുക്ക് എത്രയെന്ന് അറിയാം? ഇപ്പൊ +3 എന്നറിയാലോ. അപ്പൊ FeCl3യിലുള്ള Feയുടെ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. എന്താണ് Fe3+ അർത്ഥം? അതിന്റെ കോൺഫിഗറേഷൻ വേണ്ട. Fe3+ എന്ന് പറഞ്ഞാൽ എന്താണ്? Fe എത്ര എണ്ണം കൊടുത്തു? 3 എണ്ണം കൊടുത്തു. എത്ര കൊടുത്തു? 3 എണ്ണം. അപ്പൊ അത് കുറച്ചൊരു ക്ലാരിറ്റി വരുത്താനായിട്ട് ഞാൻ അവിടെ ചെയ്യുകയാണ്. ആദ്യം ഞാൻ Feയുടെ കോൺഫിഗറേഷൻ എഴുതണം. Feയുടെ അറ്റോമിക് 26 അല്ലേ. സോ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞേ ഇതൊരു 1s2 2s2 2p6 3s2 3p6. ഇപ്പൊ എത്ര ഉണ്ടായി? പിന്നെ 4s2 കൂടി കൊടുക്കുക. അപ്പൊ കുറച്ചൊരു പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 4s2 ഇപ്പൊ എത്രയായി? 20 ആയില്ലേ. ഇനി നമുക്കൊരു 6 കൂടി ഉണ്ട്. നമുക്ക് അടുത്ത എടുക്കുക 3D. സോ 3D എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് Feയുടെ കോൺഫിഗറേഷൻ. പക്ഷേ ചോദിച്ചാൽ Fe അയോണിന്റെ എവിടെയുള്ള Fe അയോണാണ്? FeCl3യിലുള്ള Feയുടെ ആരുടെ കോൺസ്റ്റൻസ് എത്രയാണ്?
+3 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ആരാണ്? Fe3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് Fe3+ മീൻസ് Fe എത്ര കൊടുത്തു? 3 കൊടുത്തു. അപ്പൊ ഈ 3 നമുക്ക് കുറക്കണ്ടേ കോൺഫിഗറേഷൻ? എങ്ങനെ എവിടെ നിന്ന് കുറക്കും? തുടക്കത്തിൽ നിന്ന് കുറക്കാൻ പറയണ്ട, ഇല്ല, ലാസ്റ്റിന് കുറക്കാൻ പോലും. ലാസ്റ്റ് 3d6 ആയി ചെയ്യണം. 3d6 3 കുറക്കോ? ഇല്ല. എന്താ ചെയ്യേണ്ട? പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇവിടെ 3dക്കും 4sനും കമ്പയർ ചെയ്യുമ്പോൾ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക, 4sലല്ലേ? അതുപോലെ തന്നെ ഇലക്ട്രോൺ പോകുന്നതിലൂടെ എന്താണ്? 4s എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോവും. ആ 2 അല്ലേ ഉള്ളൂ, 2 പോവും. ബാക്കി ഒരു ഇലക്ട്രോൺ ഇല്ലേ, അത് എവിടെ നിന്ന് പോകും? 3dയിൽ നിന്ന് പോകും. സോ 3 ഇലക്ട്രോൺ പോകുന്നത് എങ്ങനെയാണ്? 4sൽ നിന്ന് 2, 3dയിൽ നിന്ന് 1, അങ്ങനെ 3. അപ്പൊ നോക്കാം എന്താ കോൺഫിഗറേഷൻ. ഫസ്റ്റ് അത് ഇത്രയും കോൺഫിഗറേഷൻ വ്യത്യാസം വരും? ഇല്ല, സെയിം തന്നെ. എന്ത് വരും പറഞ്ഞേ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 2 ഇലക്ട്രോൺ പോയി. അപ്പൊ ഇനി 4s എഴുതണോ? വേണ്ട. 3dയിൽ എത്ര എണ്ണം പോകും എന്ന് പറഞ്ഞു? 1. സോ 3dയിൽ എത്ര എണ്ണവും ബാക്കി? 5. സോ കോൺഫിഗറേഷൻ എന്തായി നോക്കി വായിച്ചേ? 1s2, 2s2, 2p6, 3s2, 3p6, 3d5. ഇതാണ് Fe3+. Fe3+ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. Fe അയോൺ മാത്രം പറഞ്ഞുള്ളൂ. എവിടെയുള്ള Fe അയോണാണ്? FeCl3 സോ FeCl3 നമുക്കറിയാം അവിടെ നിന്നാണ് +3 ആയതുകൊണ്ടാണ് ഈ ഒരു കോൺഫിഗറേഷൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ദിവസം നമുക്ക് അടുത്ത് നോക്കിയിട്ട് മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് അല്ല, നമുക്ക് എന്ത് ഫില്ല് ദ ബ്ലാങ്ക്സ് ആക്കി എടുക്കാതെ. ഓക്കെ, അപ്പൊ നോക്കാം ഫില്ല് ദ ബ്ലാങ്ക്സ് ചെയ്യാൻ വേണ്ടി. നോക്കി ഫസ്റ്റ് അത് ഗ്രൂപ്പും പീരീഡും ബ്ലോക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1 അല്ലെ? അവിടെ നമുക്കറിയാം ഏത് ബ്ലോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞേ. ഏത് ബ്ലോക്ക് ആയിരിക്കും? ലാസ്റ്റത്തെ ഒരു ഇലക്ട്രോൺ നീ എടുക്കാൻ പോയിക്കണം. ലാസ്റ്റ് ഇലക്ട്രോൺ എടുക്കണം, ഒന്നല്ല, ലാസ്റ്റ് ഇലക്ട്രോൺ എടുക്കാൻ പോയിക്കണം 3sലേക്കല്ലേ? അപ്പൊ അത് S സബ്ഷനിലേക്കല്ലേ പോയിക്കണം. ദാറ്റ് മീൻസ് അവർ ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? S ബ്ലോക്ക് എലമെന്റ്. ഇത് ബ്ലോക്ക് എലമെന്റ് ആണ്, S ബ്ലോക്ക്. സോ ഞാൻ അത് എഴുതി ആദ്യം. S ബ്ലോക്ക് എലമെന്റ് എന്താണ്? S ബ്ലോക്ക് എലമെന്റ്. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത നോക്കി, നിങ്ങൾക്ക് വേണ്ട ഗ്രൂപ്പാണ്. അപ്പൊ നേരത്തെ Pന്റെ ഗ്രൂപ്പും Dന്റെ ഗ്രൂപ്പും ഒക്കെ പറഞ്ഞു. ആരെ പറഞ്ഞില്ല? Sനെ പറഞ്ഞില്ല. അപ്പൊ Sന്റെ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. Sന്റെ S ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ Sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കാം. നമുക്കറിയാം Sൽ മാക്സിമം എത്രയേ വരുള്ളൂ? 2 ആണ്. അപ്പൊ Sൽ വരാൻ ചാൻസ് ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലേ? 3 വരെ അവിടെ ഇല്ല. അപ്പൊ ഇവിടെ നോക്കി Sലൂടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണിലേ ഉള്ളൂ. സോ നമുക്ക് മനസ്സിലായി അവിടെ S ബ്ലോക്ക് ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ മനസ്സിലാക്കാം, Sൽ 1 വന്നാൽ ഫസ്റ്റ് ഗ്രൂപ്പ്, Sൽ 2 വന്നാൽ സെക്കൻഡ് ഗ്രൂപ്പ്. Sൽ 3 വരും? ഇല്ല, മാക്സിമം 2 വരെ ഉള്ളൂ. സോ നമുക്ക് മനസ്സിലായി ഇത് എത്രാമത്തെ ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അടുത്ത നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇതേപോലെ 2p4 ആ ലാസ്റ്റ് അല്ലെ? അപ്പൊ 2p4 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? P ബ്ലോക്ക് എലമെന്റ്. സോ ഞാൻ P ബ്ലോക്ക് എലമെന്റ് എഴുതി. ഓക്കെ, ഇനി നേരത്തെ പോലെ ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നടുകൾ പോലെ P ആണെങ്കിൽ എന്ത് ചെയ്യാ? ഇലക്ട്രോൺസ് ഇൻ പഠിച്ചിട്ടുണ്ട് P+12. ഇലക്ട്രോൺസ് ഇൻ P എത്രയാണ്? 4 + 12 എത്രയാണ്? 16. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താ? 16. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് നോക്കി വലിയ കോൺഫിഗറേഷൻ പോലെ തന്നിട്ടുണ്ട്. നോക്കാം എന്തൊക്കെ തന്നെയാണ് ഗ്രൂപ്പും ബ്ലോക്കും തന്നെ ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്തൊക്കെ വരും പറഞ്ഞേ? ബ്ലോക്ക് ഏതായിരിക്കും? ഇതിന്റെ നമ്മുടെ Cന്റെ ഇതിന്റെ ബ്ലോക്ക്, ഈ തന്നിരിക്കുന്ന ആളുടെ ബ്ലോക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ബ്ലോക്ക് മനസ്സിലാക്കാടാ. ഇവിടെ നമുക്ക് ഓർഡർ നോക്കാം. 3p6 and 3d തന്നിട്ടുണ്ട്. മനസ്സിലാക്കുക, ആര് ഫില്ലായിട്ടേ എന്ത് ഫില്ലാവുള്ളൂ? 4s ഫില്ലായതിനു ശേഷം മാത്രമേ ആര് ഫില്ലാവുള്ളൂ? 3dയിലേക്ക് പോകുള്ളൂ. അവിടെ ആരും ഇത് നോക്കണ്ടാടാ. ഓക്കെ, അപ്പൊ ഇവിടെ പക്ഷേ ലാസ്റ്റ് ഇലക്ട്രോൺ എടുക്കാൻ പോയിക്കണം 4sലേക്കാണ്. അവിടെ എല്ലാം ഇങ്ങോട്ടേക്കാണ് 3d ഉണ്ടോ? മനസ്സിലാക്കുക, 3dയിലേക്കാണ് ഇലക്ട്രോൺ ലാസ്റ്റ് പോയിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി ഇവിടെ എന്താണ്? 3d. ഓക്കെ, അപ്പൊ D ബ്ലോക്ക് എലമെന്റ് ആണ്. മനസ്സിലായില്ലേ? സോ D ബ്ലോക്ക് എലമെന്റ്. D ബ്ലോക്ക് എലമെന്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ഇൻ D പ്ലസ് ഇലക്ട്രോൺസ് ഇൻ S. ഇലക്ട്രോൺസ് D എത്രയാണ്? 6 അല്ലേ? പ്ലസ് എന്താണ് തൊട്ടപ്പുറത്ത്? 2 ഉണ്ട്. അപ്പൊ 6 + 2 എത്ര വരും? 8. സോ അവിടെ എത്ര ഗ്രൂപ്പ് നമ്പർ വരുന്നത്? 8 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നോക്കി. അവിടെ നേരെ തിരിച്ച് ചോദ്യം എന്താക്കി? നമുക്ക് പീരീഡും ബ്ലോക്കും ചോദിച്ചു. പീരീഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പറഞ്ഞ എന്താണ്? 3p2 അല്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന Pയിലേക്കല്ലേ? അപ്പൊ ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? P ബ്ലോക്ക് എലമെന്റ്. സോ ഞാൻ എന്ത് ബ്ലോക്ക് എഴുതി P. ഓക്കെ, ഇനി ചോദിച്ചാൽ നമുക്ക് പീരീഡ് ആവശ്യമിരിക്കുന്നത് അല്ലെ? പീരീഡ് എങ്ങനെ പിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞോളൂ എന്താണ്? ഹയസ്റ്റ് ഷെൽ നമ്പർ. എന്താ പറയാ? ഹയസ്റ്റ് ഷെൽ നമ്പർ. ഹയസ്റ്റ് ഷെൽ നമ്പർ എത്രയോടാ? 3 ആണ്. ഓക്കെ, ഗുഡ്. എന്താ പറയുക? അപ്പൊ 3 കൊടുക്കുക. പീരീഡ് എത്രയായി? 3 ആയി. സിമ്പിൾ അല്ലേ? അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് നോക്കാം. ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കുന്ന പകരം മാച്ച് ദ ഫോളോയിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ എന്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യം എന്തിനാണ് ചോദിച്ചിട്ടുണ്ട്? അപ്പൊ കോൺഫിഡൻസ് ശരിക്കും മനസ്സിലാക്കുക. അവിടെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വരും? 3d ആദ്യം 4s ശേഷം ആയിരിക്കും വരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം 4s ഫില്ലായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു 3dയിലേക്ക് ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്കാണ് 3dയിലേക്കാണ്. ഓക്കെ, അവിടുത്തെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സബ്ഷെൽ ഈസ് റെപ്രസെന്റഡ് ബൈ ഈച്ച് പെയർ ഓഫ് ദി കോണ്ടന്റ് നമ്പേഴ്സ് വാല്യൂസ് ഗിവൺ ബിലോ. അപ്പൊ നേരത്തെ ചോദിച്ചെന്താണ്? നമുക്ക് സബ്ഷെൽ എന്നിട്ട് ചോദിച്ച് n വാല്യൂ ചോദിച്ചു. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്?
എൻ വാല്യൂ എൽ വാല്യൂ തന്നിട്ടുണ്ട് എന്ത് ചോദിച്ചിട്ടുണ്ട് അവിടെ സബ്ഷെൽ ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്നതാണ് n is equal to 1, l is equal to 0. n is equal to 1, അപ്പൊ നമുക്കറിയാം ഷെൽ നമ്പർ 1 അല്ലേ, അപ്പൊ 1 എഴുതാം ആദ്യം. l is equal to 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു l is equal to 0 ആണെങ്കിൽ ആരാണ്? ഓക്കെ, എന്താ വരാ? എസ് ആ വരാ. അപ്പൊ എന്താ വരാ? 1s. സോ അവിടുത്തെ ഫസ്റ്റ് ആൻസർ സിമ്പിൾ. അടുത്ത് നോക്കി ബി ക്വസ്റ്റ്യൻ എന്താണ്? n is equal to എന്താ വരാ? 2, l is equal to 1. n is equal to 2, l is equal to 1. അപ്പൊ നോക്കാം n is equal to 2 ആണെങ്കിൽ നേരത്തെ പറഞ്ഞോളൂ നമ്മ അല്ലേ, നേരത്തെ നമ്മ 5s ആണ് എക്സാമ്പിൾ എടുത്തത്. അപ്പൊ 5s ആണെന്നുണ്ടെങ്കിൽ n വാല്യൂ എത്ര നമുക്കറിയാം, ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ അല്ലേ. അപ്പൊ ഇവിടെ n is equal to 2 ആണെന്നുണ്ടെങ്കിൽ എന്തോരും 2. l is equal to 1. അപ്പൊ നമുക്ക് l is equal to 0 ആണെങ്കിൽ എന്തായിരുന്നു? s ആയിരുന്നില്ലേ. l is equal to 1 ആണെങ്കിൽ അവർ ആരാണ്? p ആണ്. സോ നമുക്കറിയാം l is equal to 1 വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താ? p. സോ എന്താണ്? 2p. ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചപ്പോൾ ഓൾറെഡി നമ്മൾ പല രീതിയിലുള്ള ബ്ലോക്ക് കണ്ടുപിടിക്കുക, കോൺഫിഗറേഷൻ, ഓക്സിഡൻ സ്റ്റേറ്റ്, എൻ വാല്യൂ എൽ വാല്യൂ കാര്യങ്ങളൊക്കെ എന്തിട്ടുണ്ട് കണ്ടുപിടിക്കാൻ രീതിയിൽ എന്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ശരിക്കും വായിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവിടെ ആൻസർ നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഏകദേശം 12 ക്വസ്റ്റ്യനോളം നമ്മൾ എന്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ നോക്കാം. ഓക്കെ, താങ്ക് യു.